മലയാളം TV ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് കുറയുന്നതിനെ പറ്റി ഞങ്ങൾ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ, അതിൻ്റെ ഫോളോ അപ്പാണ് ഇന്നത്തെ വീഡിയോ. കാരണം അതിനൊരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ 24 ന്യൂസിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായർ അവിടുത്തെ ജേർണലിസ്റ്റുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ആ ക്ലിപ്പ് ഇവിടെയും നമ്മളും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന സീനിയർ ജേർണലിസ്റ്റുകളോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണമാണ്, ആ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത്, ഞാനൊരു ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് 24 ന്യൂസിൽ. മര്യാദയ്ക്ക് പണിയെടുത്തില്ലെങ്കിൽ പലർക്കും പണി പോകും. സംഭവം കൊല്ലത്തെ CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിങ്ങിൽ 24 ന്യൂസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 24 ന്യൂസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിലെ റേറ്റിംഗ് വിഷയമാണിത്. അതായത് റേറ്റിംഗ് കുറഞ്ഞാൽ പ്രേക്ഷകർ കുറയുന്നു, വരുമാനം കുറയുന്നു, മാനേജ്മെൻറ്റ് പ്രതിസന്ധിയിലാവും, ജീവനക്കാർക്ക് ശമ്പളം കുറയും, ജീവനക്കാരെ പിരിച്ചുവിടും എന്നൊക്കെ ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചതിൻ്റെ നേർരേഖ ഇന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലായ റേറ്റിംഗിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത്, നേരത്തെ ഏഷ്യാനെറ്റ് മുമ്പിൽ 2-ാം സ്ഥാനത്ത് വന്നിരുന്ന 24, ഇപ്പോൾ റിപ്പോർട്ടറാണ് 2-ാം സ്ഥാനത്ത്, റിപ്പോർട്ടർ TV ആണ്. അപ്പം അദ്ദേഹം പറയുകയാണെതിൽ, ഞാൻ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചു ചാനലിനകത്ത്, ഇനി ഈ ചക്കളത്തി പോരാട്ടം നടക്കത്തില്ല, നിങ്ങൾ തമ്മിലുള്ള ഈഗോ കളിയൊന്നും നടക്കത്തില്ല, ഈഗോ കളിക്കുന്നവരെ പുറത്താക്കുമെന്നുള്ള കൃത്യമായ മെസ്സേജാണ് ഓഡിയോ ക്ലിപ്പിൽ ശ്രീകണ്ഠൻ നായർ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ കൊല്ലം CPIഎം സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മീഡിയ 24 മീഡിയ പരാജയപ്പെട്ടു എന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ സമ്മതിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. അപ്പം ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഇതൊരു കാര്യം പുറത്തു വന്നു, പല ചാനൽ മേധാവികളുടെയും വിലയിരുത്തൽ ഇത് തന്നെയാണ്. അത് പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ന്യൂസ് ചാനലുകൾ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പല ന്യൂസ് ചാനലുകളുടെയും തലപ്പത്തിരിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് ഈ ഒരു പ്രശ്നമാണ്, ഒരു ക്രൈസിസിനെ നേരിടുന്നു, ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ഓഡിയോ ക്ലിപ്പ് പറഞ്ഞാൽ അദ്ദേഹം വളരെ ക്ഷോഭത്തോടെയും സങ്കടത്തോടെയും പാനിക്കായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിങ്ങനെ പോയാൽ ഇത് മുന്നോട്ട് പോകത്തില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്, വീഡിയോയിൽ പറഞ്ഞു, പല ചാനലുകളും ഇങ്ങനെ പോയാൽ പൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ ചാനലുകൾക്ക് കഴിയണം. ഇപ്പോൾ കൊല്ലം സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ 24 ന്യൂസ്, ശ്രീകണ്ഠൻ നായരുടെ ന്യൂസ് ചാനൽ പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹം ഒരു ഹോംവർക്ക് ചെയ്തു, ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചു, തൻ്റെ ചാനലിൽ മര്യാദയ്ക്ക് പണിയെടുക്കണം എന്ന രൂപത്തിൽ, ഭീഷണിയുടെ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ നേരിടാൻ പോകുന്ന, മലയാളത്തിലെ ചാനലുകൾ നേരിടാൻ പോകുന്ന പ്രശ്നം തന്നെയാണിത്. കാരണം ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞു ആൾക്കാർ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ, നിങ്ങൾ കുറേ കസരത്ത് കാണിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. 24 ആയാലും, ഏഷ്യാനെറ്റ് ആയാലും, റിപ്പോർട്ടർ TV ആയാലും, കൈരളി TV ആയാലും, ഏത് TV ആയാലും, ഏത് ന്യൂസ് ചാനലായാലും, അതിന് കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരെ നഷ്ടപ്പെടും. ഇപ്പോൾ കൊല്ലത്തെ CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു പ്രധാന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച 24 ന്യൂസിന് വന്നു എന്നാണ് അതിൻ്റെ മേധാവി തലപ്പത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ ഓഡിയോ ക്ലിപ്പിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവർക്ക് അവിടുത്തെ സ്റ്റാഫിന് കൊടുത്ത സന്ദേശം ഒരു വാണിംഗ് ആണ്. ഇങ്ങനെ പോയാൽ നടക്കില്ല, ഇത് പൂട്ടിക്കെട്ടും എന്നുള്ള വാണിംഗ് ആണ്. അതിൻ്റെ ഒരു ഭീതി, പാനിക്കായിട്ടാണ് അദ്ദേഹം, ശ്രീകണ്ഠൻ നായർ, സംസാരിക്കുന്നത്. ഇത് മറ്റുള്ള ചാനലുകാർക്കും ഒരു പാഠമാകട്ടെ. മാധ്യമപ്രവർത്തകർ, ഈ പല ചാനലുകളിലും പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജോലി പോവാതിരിക്കട്ടെ, അന്നം മുട്ടാതിരിക്കട്ടെ. വീട്ടിൽ അടുപ്പ് പുകയണമല്ലോ, ഗ്യാസ് കത്തണമല്ലോ പാചകത്തിന്, അതിന് വരുമാനം വേണമല്ലോ, പൂട്ടിപ്പോവാതിരിക്കട്ടെ. അപ്പോൾ ഈ കോലും പിടിച്ച് പുറത്തേക്ക് പോകുന്ന ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർമാരും ന്യൂസ് റൂമിലിരിക്കുന്ന എഡിറ്റർമാരും ഒക്കെ മാറി ചിന്തിക്കേണ്ടി വരും ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ട് ഇന്നിപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്.